വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ സാന്ത്വനാഭിഷേകത്തിൻ്റെ ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ ദുർഘട നിമിഷങ്ങളിലെ മനുഷ്യന്മാരെ കൈവരിക്കുന്ന ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളാണ് അവരുടെ ആസ്തി എന്ന് പറയുന്നത്. ദൈവം അവരിലേക്ക് ഇറങ്ങി വരാനും അവരെ ഏറ്റുകൊള്ളാനും കൈവരിക്കുന്ന ചില ശക്തമായ വിശ്വാസ സാക്ഷ്യങ്ങളുണ്ട്. ദൈവത്തെ ഇത് വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കും. ഞാൻ ഈ ദിവസങ്ങളിലെ ഒരു സഹോദരിയുടെ ഒരു ആധ്യാത്മികമായ പ്രതികരണം ഞാൻ കേട്ടു. കാര്യം അവർ തീയിൽ നിൽക്കുന്നവരാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിത പങ്കാളി ഇപ്പോഴും മറ്റൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കുക. ഒറ്റ പൈസ ഇവർക്ക് ചിലവിന് കൊടുക്കണില്ല. ഇവൾക്കൊരു കുഞ്ഞുണ്ട്, അവളെ നോക്കണില്ല, തിരക്കണില്ല, അന്വേഷിക്കണില്ല. ഫോൺ വിളിച്ചാൽ ഇങ്ങോട്ട് തെറി പറയും. ഇങ്ങനെ പലതരത്തിൽ വിഷമിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യനെ ഒരു ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം ആ ബന്ധങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയ്ക്കാണ് ഇവർ വരണത്. പക്ഷേ ഇവരുടെ ഈ വിഷയമെല്ലാം ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഈ സങ്കടകരമായ കരളിന് കിടത്തുണ്ടാക്കുന്ന എല്ലാവിധ ദുഃഖാനുഭവങ്ങളും 1 by 1 ആയിട്ട് ഇവിടെ പറഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ച് സംസാരിച്ച് കഴിയുമ്പോഴേ ഇവരൊരു വർത്തമാനം പറഞ്ഞ് അതെന്നെ വളരെ വല്ലാത്ത രീതിയിൽ സ്വാധീനിച്ചു. അവർ പറഞ്ഞതാണ് വെച്ചാൽ, എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്തേക്ക് തിരിച്ച് വരണമെന്നല്ല, തിരിച്ച് വന്നില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് നിലനിൽക്കും. പക്ഷേ അതല്ല, ആ മനുഷ്യൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ആധിയെന്ന്. ഞാൻ കുറച്ച് നേരത്തേക്ക് മിണ്ടിയില്ല. അച്ഛനായിട്ട് 10-32 കൊല്ലം. ഇങ്ങനെയുള്ള ജീവിതസന്ധികളിലൊക്കെ ഓരോ മനുഷ്യൻ കൈവരിക്കുന്ന നിലപാടുകളൊക്കെ എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഈ ജീവിക്കുന്ന വിശുദ്ധരെന്നൊക്കെ പറയുന്ന ആൾക്കാർ കുടുംബങ്ങളിൽ ശക്തമായി ജീവിക്കുന്നു എന്നുള്ള കാര്യം എപ്പോഴും എൻ്റെ ഒരു സബ്ജക്റ്റാണ്.
ഞാൻ ഈ ജീവിക്കുന്ന വിശുദ്ധർ, കുടുംബങ്ങളിൽ ജീവിക്കുന്നവരെ എപ്പോഴും അന്വേഷിച്ച് പോയി അവരുടെ അനുഭവങ്ങളെ ചില സമയത്ത് കൃപാസനത്തിൻ്റെ പത്രത്തിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ പുസ്തകത്തിലൊക്കെ അനുഭവമായിട്ട് എഴുതും. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം, വിശുദ്ധരാകണമെങ്കിൽ അച്ഛന് ആയിരിക്കണം അല്ലെങ്കിൽ കന്യാസ്ത്രീ ആയിരിക്കണം എന്നുള്ളൊരു ധാരണ പിശക്. പൊതുവെ ഇക്കാലങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും തന്നെ വൈദികരോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം, കുറച്ച് പേർക്കെങ്കിലും തോന്നും അയ്യോ വിശുദ്ധരാകണമെങ്കിൽ അച്ഛനാകണമല്ലോ അല്ലെ കന്യാസ്ത്രീ ആകണമല്ലോ. അപ്പം അതുകൊണ്ട് അതൊരു പ്രതിസുവിശേഷത്തിൻ്റെ രീതിയിലേക്ക് ചില ആൾക്കാർ എടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചിരിക്കുന്നത്, നമ്മളുടെ ഈ വചനത്തിൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ നരകതുല്യമായ തീയിൽ നിന്നുകൊണ്ട് ജീവിതം കൊണ്ട് അവർ വിശുദ്ധീകരിക്കപ്പെടുകയും, ഇപ്പോൾ നമുക്കറിയാം അഗ്നിശോധന ചെയ്ത വിശ്വാസം, ശോധന ചെയ്ത സ്വർണം, പ്രലോഭനങ്ങളെ അതിജീവിച്ച വിശ്വാസം അഗ്നിശോധന ചെയ്ത സ്വർണത്തെക്കാൾ വിലയുള്ളതാണെന്ന്. അപ്പോൾ വിശ്വാസത്തെ വിലയുള്ളതാക്കാൻ ഇപ്പോൾ 1 പത്രോസ്ലിഹായുടെ 1-ാമത്തെ ലേഖനം 1:7 അതായത് അഗ്നിശോധന ചെയ്ത സ്വർണത്തെക്കാൾ വിലയാണ് പ്രലോഭനങ്ങളെ അതിജീവിച്ച വിശ്വാസത്തിനാണ്. ഇപ്പോൾ വില എന്നാണ് പറയുന്നത് വിശ്വാസത്തിനെ. വിശ്വാസം ഇങ്ങനെ പലതരത്തിലുള്ള വിലയാണ്. റോമ 9:16 നമ്മുടെ പ്രയത്നങ്ങളില്ല, മറിച്ച് ദൈവത്തിന് നമ്മോടുള്ള ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമ്മൾ എത്ര പ്രവർത്തിച്ചാലും പ്രാർത്ഥിച്ചാലും കർത്താവിന് ദയ തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അടിസ്ഥാനം ഇല്ലാണ്ട് വരും. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദയ എന്ന് പറയുമ്പോൾ ദൈവത്തിനും ദയ നമ്മളോട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും അടിസ്ഥാനം ഉണ്ടാകത്തില്ല. വിദ്യാഭ്യാസം ദൈവത്തിന് ദയ വേണം, അല്ലെങ്കിൽ അതിന് അടിസ്ഥാനം ഉണ്ടാകത്തില്ല. നിൻ്റെ ബിസിനസ് ദൈവത്തിന് ദയ വേണം, അല്ലെങ്കിൽ അതിന് അടിസ്ഥാനം ഉണ്ടാകും. നിൻ്റെ ജോലിക്ക് ദൈവത്തിന് ദയ വേണം, അല്ലെങ്കിൽ അടിസ്ഥാനം ഉണ്ടാകത്തില്ല. നിൻ്റെ യാത്രക്ക് ദൈവത്തിന് ദയ വേണം, അല്ലെങ്കിൽ അടിസ്ഥാനം ഉണ്ടാകത്തില്ല. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിന് ദയ. ദൈവത്തിന് ദയ എങ്ങനെ ഉണ്ടാകും? ഇപ്പോൾ ജൈറസിന് മേൽ ദയ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ദയം രക്തസ്രാവക്കാരുടെ രോഗിയോടുണ്ടാകും. എന്താ കാര്യം? അവൾ കുറച്ചുകൂടി ആഴമായി വിശ്വസിച്ചു. രക്തസ്രാവക്കാർ രോഗിയോടുണ്ടായിരുന്നേക്കാൾ കൂടുതൽ ദയ ശതാധിപനോടുണ്ടാവും. ഇനി ശതാധിപനേക്കാൾ ദയ തോന്നാൻ സാധ്യതയുള്ള ഒരാളുണ്ട്. അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനങ്കാരിയാണ്. കാനങ്കാരി 15:28 ഈശോ അവളോട് പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 15:28 കർത്താവ് പറയുന്നില്ലേ, ഒമാൻ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ്, നിൻ്റെ വിശ്വാസം വലുതാണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? അവളോട് എന്താ പറഞ്ഞത്? അവൾക്ക് ആദ്യം അവളുടെ മകളെ പിശാച് ബാധിച്ചപ്പോഴേ അവൾ നേരിട്ട് വന്ന് പറഞ്ഞു, ഈശോ എൻ്റെ മകളെ പിശാച് ബാധിച്ചു, എനിക്ക് ഉറക്കമില്ല, ഊണില്ല, ജീവിക്കാൻ പറ്റണില്ല, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോഴേ കർത്താവ് മൈൻഡ് ചെയ്യില്ല. ഇപ്പോൾ ചില പ്രാർത്ഥനയ്ക്ക് കർത്താവ് മൈൻഡ് ചെയ്യത്തില്ല അവൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ. പക്ഷേ അവൾ പ്രത്യാശ കളഞ്ഞില്ല. അവൾ വന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, പത്രോസ് ശ്രീഹായി ഒന്ന് പറ, ഞാൻ വിജാതി സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം കർത്താവ് എന്നെ മൈൻഡ് ചെയ്യാത്തത്, എന്നെ കേൾക്കാത്തത്, ഒന്ന് പറയേ എൻ്റെ മകളുടെ അവസ്ഥ മോശമാണ്. ഇതൊക്കെ പറയുമ്പോൾ പത്രോസ് വന്ന് ഈശോനോട് പറയും. അപ്പോഴേ ഈശോ അതിനേക്കാൾ ശബ്ദക്കുത്തനെ വർത്തമാനം പറയണം. എന്താ പറയണത്? മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്ന്. പത്രോസിന് വെള്ളിടി കിട്ടിയോട് മരവിച്ച് പോയി. എന്താ കാര്യം? അത് കഷ്ടമല്ലേ, അവളാണെങ്കിൽ ശാമ്പരിക്കണം, പിന്നെ അത് കുത്താണ പോലെയല്ലേ. പക്ഷേ എല്ലാവരും ഓർത്ത് ഇവളുടെ ഇത് എന്താ വരാൻ പോകണമെന്ന് അറിയാൻ പോലെ അപ്പോസ്തലന്മാരെല്ലാം ഇങ്ങനെ മഞ്ഞളിച്ച് നിൽക്കുകയാണ്. പക്ഷേ അവളൊരു കാര്യം പറഞ്ഞു, കർത്താവേ അങ്ങ് പറഞ്ഞത് ശരിയാ, ഞാൻ പട്ടിയാ. അങ്ങ് പറഞ്ഞത് ശരിയാ, ഞാൻ പട്ടിയാ. പക്ഷേ ഈശോ, പട്ടികൾ പോലും തങ്ങളുടെ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വരുന്ന അപ്പക്കഷ്ണം തിന്നാറുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ഈശോ ഇവളെ നോക്കിയത്. ഉമാൻ സ്ത്രീ, നിൻ്റെ വിശ്വാസം വലുതാണ്. ഈ വലിയ വിശ്വാസമാണ് ദയ. എന്നിട്ട് ഉദ്ദേശം പറഞ്ഞത്, നീ ആഗ്രഹിച്ച പോലെ നടക്കട്ടെ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? തൽക്ഷണം പിശാച് അവളെ വിട്ടുപോവുകയാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആഗ്രഹിച്ച പോലെ നടത്താൻ പറ്റുമോ? ദൈവത്തിൻ്റെ ദയ നമുക്ക് തോന്നുന്ന രീതിയിൽ അതിൻ്റെ പ്രോസസ്സുണ്ട്. ആദ്യം പ്രാർത്ഥനയ്ക്ക് മിണ്ടത്തില്ല, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന അപ്പോസ്തലന്മാരുടെ, അപ്പോഴതിനേക്കാൾ മോശം റെസ്പോൺസ്. അപ്പോഴവൾ വിട്ടുപോകാതെ അവിടെ തന്നെ നിന്നിട്ട് അവൾ എളിമപ്പെടും. അമ്മമാതാവ് പറഞ്ഞതല്ലേ 1 ലൂക്ക 1:46 അവിടെ നിന്ന് വിനയാന്യതരെ ഉയർത്തിയെന്നാണ്.
ദൈവത്തിന് പണ്ട് വരെ ഉള്ള ഒരു കാര്യമാണ്. വിനയപ്പെടുത്തണ എന്തിനാ? ഉയർത്താൻ വേണ്ടിയാണ്. ദൈവത്തിന് നമ്മൾക്ക് കൃപ തരാൻ ആഗ്രഹമുണ്ട്, ദൈവത്തിന് നമുക്ക് ദയ തരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ അതിന് ആ ദയ സ്വീകരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ദൈവം മാത്രമായിരിക്കണം. വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. വിശ്വാസം പിശാച് ഏറ്റു പറയുന്നില്ലേ? പിശാച് എന്തെല്ലാണ് പറയണേ? പിശാച് ദൈവം ഏകനാണെന്ന് യാക്കോബ് 2:19 പിശാച് ദൈവത്തെ വിശ്വസിക്കണമെന്ന്. അത് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കണതാ. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന്. അപ്പോൾ അതുതന്നെയല്ലേ മർക്കോസിന് മത്തായിയുടെ 16:16 പത്രോസ് പറഞ്ഞത്, യു ആർ ക്രൈസ്റ്റ് സൺ ഓഫ് ദി ലിവിങ് ഗോഡ്, നീ ജീവിക്കണം ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. പത്രോസും പ്രഖ്യാപിക്കുന്നു, വിശ്വാസം പിശാചും പ്രഖ്യാപിക്കുന്നു. പിന്നെ നമ്മുടെ വിശ്വാസത്തിന്, പത്രോസിൻ്റെ വിശ്വാസത്തിന് എന്താണ് വില? അതാണ് വിഷയം. എന്താ വില? താൻ പ്രഖ്യാപിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പിശാച് തയ്യാറല്ല. പക്ഷേ പത്രോസ് വിശ്വസിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ പത്രോസ് തയ്യാറാണ്. അതാണ് പത്രോസിൻ്റെ വിശ്വാസം. ദൈവവേദന നമ്മുടെ ജീവിതാനുഭവങ്ങളിലെ ദൈവം നഷ്ടപ്പെട്ടു പോലും, അല്പം തകർച്ച വന്നാൽ പോലും ദൈവത്തിൽ, വിശ്വാസത്തിൽ, വചനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മൾ സ്നേഹിക്കും. ദൈവത്തിന് സ്നേഹമുണ്ടാകും, നമ്മുടെ എല്ലാ കാര്യങ്ങളും അടിസ്ഥാനം ഉണ്ടാകും. അങ്ങനെ അടിസ്ഥാനം ഉണ്ടായി വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കേട്ട വചനങ്ങളെ കർത്താവേ മനസ്സിലും ആത്മാവിലും ഏറ്റുവാങ്ങി കർത്താവേ പരിശുദ്ധ അമ്മയെ പോലെ മാംസം കൊടുത്ത് വിശ്വാസത്തിൽ പ്രശോഭിക്കാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കരുണയിൻ സാഗരമേ, കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുൾക, 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 അളവന്നെ പകർന്നിടുക. ഈ ഭൂവിൽ യാത്രയിൽ ദൈവകൃപയരുക. ഈ ഭൂവിൽ യാത്രയിൽ ദൈവകൃപയരുക. ദൈവമായ കർത്താവേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ, അങ്ങയെ ഞങ്ങളെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, യോഹന്നാൻ 7:32 പ്രാർത്ഥിക്കുന്ന കർത്താവേ, പിതാവേ, അങ്ങിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ ഉറവകൾ പൊട്ടിയതിരുവന്ന് കർത്താവേ, ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും, ഏത് സകലാവസ്ഥയിലും, ഏത് വിഷമാവസ്ഥയിലും കർത്താവേ, അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറാൻ കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയോ നന്ദി പറയുന്നു. യേശുവേ, 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 യേശുവേ.
ഇതുപോലെ നമ്മൾ കേട്ട വചനങ്ങൾ പോലെ പല പല തകർച്ച വന്നിട്ട് വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ദയക്ക് പാത്രമായ ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ ദയയാണെന്ന് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് വെളിപ്പെടുത്തി. പക്ഷെ അദ്ദേഹം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ്. ആ സ്നേഹമാകട്ടെ ഏത് കാലാവസ്ഥയിലും കർത്താവിനെ ഏറ്റുപറയുന്നതിലേക്ക് കർത്താവിൻ്റെ സ്നേഹം ഒഴുകും. സുഖത്തിൻ്റെ കൂടി ദയയും നമുക്ക് സാക്ഷ്യം ശ്രമിക്കാം. എൻ്റെ പേര് അൽഫോൺസ ജോൺ. ഞാൻ അർത്തിങ്ങിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ അമ്മയുടെ ഇടത് ചെവിയിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. ആർത്തിങ്കൽ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അമ്മച്ചിക്ക് പൂർണ്ണമായിട്ട് മുഴ എടുത്ത് മാറ്റാൻ സാധിച്ചില്ല. അമ്മച്ചിയുടെ ഇടത് കണ്ണ് തുറക്കാനും പറ്റിയാലും കിറി കോടിയും പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ 2 കണ്ണും തുറന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം ക്യാൻസർ സെൻ്ററിൽ ചെന്നപ്പോൾ ഡോക്ടർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമിച്ച് ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഒരു സന്ദേശം പറഞ്ഞു, ക്യാൻസർ രോഗിയായ ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അച്ഛൻ്റെ ഈ മെസ്സേജ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പവുമില്ല, അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹത്തിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഒരു വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും തകർച്ചയോ പ്രതിസന്ധി ഉണ്ടായാൽ വിട്ടുമാറാതെ ദൈവത്തെ വിട്ടുമാറാതെ ഉറച്ചു നിന്നുകൊണ്ട് വീണ്ടും വിശ്വാസം മുന്നോട്ട് പോയാൽ നമ്മൾക്കും ദയ കിട്ടും. അത് നമ്മൾക്ക് കിട്ടുന്ന ദയ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറുകയും ചെയ്യും. അങ്ങനെ നിന്നോട് ദയ കാണിക്കാൻ, നിൻ്റെ സ്നേഹവും നിൻ്റെ വിശ്വാസവും സ്വീകരിക്കാൻ, നിന്നോട് ദയ കാണിച്ചുകൊണ്ട് നിൻ്റെ ജീവിത മണ്ഡലങ്ങളെല്ലാം അടിസ്ഥാനം തരാൻ ഇപ്പോഴാരാധനയിൽ ഈശോ എഴുന്നള്ളുകയാണ്. കർത്താവിൻ്റെ ദയ സ്വീകരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനം ഉണ്ടാകാൻ നമുക്ക് ആരാധനയിൽ ഭക്തിപൂർവ്വം പങ്കുകൊള്ളാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന വിശ്വാസത്തോടുകൂടി സ്തുതിക്കട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ,
മേല് ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് കർത്താവേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അങ്ങയുടെ കാരുണ്യത്തിനായി കേടപേക്ഷിക്കുന്നുണ്ട് കർത്താവേ. അങ്ങയുടെ ദയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ. കർത്താവേ അങ്ങയുടെ ദയ അഭിഷേകമാവിധം കർത്താവേ ഇപ്പോൾ ഈ ആരാധനയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് നൽകി ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ അവിടുത്തെ ശക്തിയെ കൃപയായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കലാകാരിക്ക് അഭിഷേകം നൽകിയ ദൈവമേ, സൗഖ്യം നൽകിയ ദൈവമേ, കർത്താവേ ആത്മാവിൽ അഭിഷേകം നൽകിയല്ലോ കർത്താവായ ദൈവമേ. രോഗപീഠകളാൽ വലയുന്നവര്, സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്നവര്, ജീവിത വ്യഗ്രതകളാൽ വിഷമിക്കുന്നവര് കർത്താവേ അവിടുത്തെ ആത്മാവിന്റെ ബലത്തിന് വേണ്ടി, ശക്തിക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി കേഴുന്ന ദൈവജനത്തോട് കർത്താവേ അവിടുന്ന് ദേ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Praise the Lord. നല്ലവനായ ഈശോയെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ ദയയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 123:2 കർത്താവെ അടിയൻ പ്രാർത്ഥിക്കുന്നു. ദാസന് യജമാന്റെ മേൽ കൈകളിലേക്കുന്നത് പോലെ, ദാസിതന്റെ സ്വാമിനിയുടെ കൈകളിലേക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ മേൽ കണ്ണ തോന്നുവോളൂ ഞങ്ങളുടെ കണ്ണുകൾ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കർത്താവെ നിന്നെ നോക്കുന്ന ഒരു പ്രകാശരാകുമല്ലോ കർത്താവെ. നല്ലവനായ ഈശോയെ, ഇപ്പോഴനേകം മക്കൾ ദാസനെപ്പോലെയും കർത്താവെ ദാസിയെപ്പോലെയും അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ തിരുമുറുവാർന്ന് വലത് കരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ കർത്താവെ ആരാധനയിൽ കർത്താവെ അങ്ങനെ നോക്കുന്ന ഓരോ മകനെ അങ്ങ് പ്രകാശിതനാക്കണമേ, പ്രകാശിതയാക്കണമേ കർത്താവെ. ഞങ്ങളെ കൈവിട്ട് കളയില്ലേ കർത്താവെ. കർത്താവെ നിന്റെ വലിയ ശക്തി കർത്താവ് ഈ നിമിഷം കർത്താവെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ, മനുഷ്യന് പരിഹരിക്കാനാവാത്ത വിധത്തിലെ കർത്താവ് വേദന അനുഭവിക്കുന്നവർ, എന്നിട്ടും വിശ്വാസത്തിലും പ്രാർത്ഥനയും കർത്താവ് നിന്നെ ഏറ്റു പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇപ്പോഴീ നിമിഷം കർത്താവ് നിന്റെ വലിയ കൃപ, വലിയ ദയ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ രോഗങ്ങളുടെ മേൽ ദയ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ ഈശോയെ LTS എക്സാം എഴുതുന്ന മക്കളുടെ മേൽ ദയ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ സാമ്പത്തിക വിഷമത്തിൽ കഴിയുന്നവരുടെ മേൽ ദയ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ ഓരോ മകൻ കർത്താവ് അങ്ങയുടെ ദയയാണ് കർത്താവേ ഞങ്ങളുടെ ഓരോ കാര്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും. റോമ 9:16 പ്രാർത്ഥിക്കുന്ന ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കഴിവല്ല കർത്താവേ, ഞങ്ങളുടെ പരിശ്രമങ്ങളല്ല കർത്താവേ, നിന്റെ ദയ മാത്രമാണ് കർത്താവേ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളുടെയും എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം നിന്റെ ദയയാണ് കർത്താവേ. അതിൻ്റെ മേൽഗതി നിന്റെ ദയയാണ് കർത്താവേ. സ്ഥലമില്ലാത്ത സ്ഥലം ലഭിക്കണം നിന്റെ ദയയാണ് കർത്താവേ. വീട് വെക്കണം നിന്റെ ദയയാണ് കർത്താവ്. വിവാഹം ഒത്തുവരാൻ നിന്റെ ദയയാണ് കർത്താവ്. മക്കൾ ലഭിക്കണം നിന്റെ ദയയാണ് കർത്താവ്. കടങ്ങൾ പരിഹരിക്കണം നിന്റെ ദയയാണ് കർത്താവ്. ഇങ്ങനെ ഓരോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവകാരുണ്യമേ, ദിവ്യകാരുണ്യം നിന്റെ ദയയാണ് കർത്താവ്. നിന്റെ ദയ ഞങ്ങളിലേക്ക് നീ വർഷിക്കണ കർത്താവ്. നിനക്ക് ഞങ്ങളോട് സ്നേഹം തോന്നുമ്പോഴാണെന്ന് കർത്താവ് 1 Corinthians 13:4 പറയുന്ന കർത്താവ്. ഈശോയെ, നിനക്ക് ഞങ്ങളോട് സ്നേഹം തോന്നാൻ പറ്റുന്ന രീതി കർത്താവ് നിന്റെ പരിശുദ്ധാത്മ അയച്ചുകൊണ്ട് കർത്താവ്. ഈശോയെ ഗലാത്യയിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന കർത്താവ് 6:12 ഈശോയെ അങ്ങയുടെ ദയ കർത്താവ് 5:22 കർത്താവ് ദയരാതെ എഴുതിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെ കൂടെ കർത്താവ് ആത്മാവിൻ്റെ ഫലങ്ങളാണ് ദയ എന്ന് കർത്താവ്. പരിശുദ്ധാത്മാവിനെ നിൻ്റെ ഫലമായ ദൈവമായി അയക്കണമെന്ന് കർത്താവ്. ഈശോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടയിൽ കൂടിയവനെ, ഞങ്ങൾക്ക് വേണ്ടി ഒരു ഇറച്ചിയായി മാറിയവനെ കർത്താവ്, നിന്റെ മുൾക്കിട നൽകുന്ന വിശുദ്ധമായ രക്തം കർത്താവ്, നിന്റെ ദയയുടെ രക്തം കർത്താവ്, നിന്റെ ദയയുടെ ശക്തി കർത്താവ്, മരുന്ന് ലേബൻ അല്ല കർത്താവ്. അങ്ങനെ അച്ഛനും ആളുടെ മക്കളെ സുഖപ്പെടുന്ന കർത്താവ്, അത് അങ്ങനെ ദയയാലാണല്ലോ കർത്താവ്. യേശു ക്രിസ്തുവെ, നിന്റെ തിരുവിലാൽ മുറിവിൻ്റെ ദയയാൽ, നിന്റെ ചരണങ്ങളിലെ ആണിപ്പഴുത്ത ദയയാൽ, നിന്റെ മുൾക്കിട നൽകുന്ന രക്തത്തിൻ്റെ ദയയാൽ, നിന്റെ തിരുവിലാൽ മുറിവിൻ്റെ ദയയാൽ ഈ രോഗികളോട് കർത്താവ് ഇപ്പോഴകന്നു അടുത്തുവൊക്കെ കർത്താവ് ധ്യാനം കൊടുക്കുന്ന ആരാധന പങ്കെടുത്തിരിക്കുന്ന ഓരോ മക്കളും കർത്താവ് മൊഴിമുട്ടി കർത്താവ് ഗതിയില്ലാതെ ജീവിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ അത്ര കടങ്ങളും അത്ര തകർച്ചയിരിക്കുന്ന ഓരോ മക്കളും കർത്താവ് ഏകപക്ഷികമായി കർത്താവ് യേശു ക്രിസ്തുവേ നിന്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവ്
അങ്ങനെ തിരിച്ചുവരണ സത്യാൽ, അതിന്റെ കൃപയാൽ, അതിന്റെ കാരണത്തിന്റെ യോഗ്യതയാൽ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ ദയ ചൊരിയട്ടെ. ദൈവത്തിന് ദയ ചൊരിയട്ടെ. ദയയുടെ സമാപന ആശീർവാദം, ദിവ്യകാരുണ്യത്തിൻ്റെ സമാപന ആശീർവാദം. ദൈവത്തിനെ കർത്താവിൽ നമ്മൾ ഈ ആശീർവാദത്തോട് ദയ സ്വീകരിക്കാൻ പോയാൽ ഈ ആശീർവാദത്തോടു കൂടി പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ യോഗ്യതയല്ല, അങ്ങയുടെ കൃപ, അങ്ങയുടെ ദയയാൽ എൻ്റെ ജീവിത മണ്ഡലങ്ങളിൽ കർത്താവെ ഈ ആശീർവാദത്തിൻ്റെ വലിയ ശക്തി നിറഞ്ഞു വന്നു. നിസ്സഹായനും പാപിയും പുഴുകിടവും കൃപയുമായി കർത്താവെ അങ്ങയുടെ ദൃശ്യത്തിൽ നിൻ്റെ കർത്താവ് എന്ന പേരിന് പോലും യോഗ്യ, വിശ്വാസി എന്ന പേരിന് പോലും യോഗ്യതയല്ലാതെ കർത്താവെ നിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ യോഗ്യതയാൽ, നിൻ്റെ കരുണയുടെയും ദയയുടെയും യോഗ്യതയാൽ ശിരസ് നമിച്ച് അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇപ്പോൾ നീ ആശീർവദിക്കുമ്പോൾ കർത്താവെ പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവരെ ഈ ആശീർവാദം കൊണ്ട് അടിപ്പിറവോടെ ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കണമേ. സൂര്യ ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഇതാ കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു. കരങ്ങൾ ഉയർത്തിക്കൂടി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ജീവിത പ്രലോഭനങ്ങളെ അതിജീവിച്ച് വിശ്വാസമുണ്ട് കർത്താവേ, അത് അഗ്നിയിൽ ശോധന ചെയ്ത് രക്തത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, രക്തസ്രാവക്കാരെ സൗഖ്യം കൊടുത്ത ദൈവമേ, അവിടുത്തെ ശക്തി ഇപ്പോൾ ഞങ്ങളിലേക്ക് പ്രവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തി ഇപ്പോൾ ഞങ്ങളിലേക്ക് പ്രവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, സംഗീതത്തിന് 34 പ്രാർത്ഥിക്കുന്ന കർത്താവേ, എളിയവന്റെ നിലവിളികളുടെ മേൽ അവിടുത്തെ ചെവി ചായ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ലോകത്തിന്റെ വിവിധ കോണിലിരുന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നാനാവിധ രോഗങ്ങളെയും ദുരിതങ്ങളെയും ഏറ്റെടുത്ത് ആത്മാവിൽ ദയ വർഷിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.